ഉപവിഷ്ടനാകൂ. പ്രഭു, എപ്പോഴും സഭ കഴിഞ്ഞാലുടൻ അന്തഃപുരത്തിലേക്ക് പോകുന്ന താങ്കൾ ഇന്ന് ഞങ്ങളെ ഈ മാളികയിലേക്ക് വിളിച്ചു വരുത്തിയതിന്റെ ഉദ്ദേശമെന്താണ്? വേറൊന്നുമല്ല മഹാമന്ത്രി. ശൂർപ്പണക നമ്മോട് പറഞ്ഞത് പ്രകാരം പഞ്ചവടിയിലേക്ക് ചെന്ന് ആ രാമന്റെ പത്നി സീതയെ അപഹരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മഹാമന്ത്രിയായ താങ്കൾ തന്നെയാണ് അതിനൊരു വഴി പറഞ്ഞു തരേണ്ടത്. അതിനു പറ്റിയ വഴിയോ? എന്താ മഹാമന്ത്രി ആലോചിക്കുന്നത്? എന്താ? അല്ല, ഒന്നുമില്ല. അങ്ങയുടെ സഹോദരൻ കുബേരൻ മൂലം തിരുവോണമലയിൽ പണികഴിപ്പിച്ച ഈ ഒരു പൊന്മാളികയും അദ്ദേഹത്തിന്റെ പുഷ്പക വിമാനത്തെയും നേർക്ക് നേരെ നിന്ന് സ്വന്തമാക്കാൻ എന്താണ് വഴിയെന്ന് അന്ന് ചോദിച്ചിരുന്നു. പോരാടി നേടാമെന്ന് ഞാനന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. സ്വർഗലോകത്ത് വസിക്കുന്ന ദേവന്മാർ അസുരന്മാരായ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ഒരു പാഠം പഠിപ്പിക്കാനായി എന്താ ഒരു പോംവഴിയെന്ന് അന്ന് ചോദിച്ചു. കരുത്തുറ്റ നമ്മുടെ പടയുടെ ബലത്താൽ അവരെയെല്ലാം നമ്മുടെ അടിമകളാക്കാമെന്ന് ഞാൻ കൃത്യമായ ഒരു വഴിയും പറഞ്ഞു തന്നിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അഭിമാനത്തിന് തന്നെ കോട്ടം വരുന്ന രീതിയിൽ ഒരു നാരിയെ അപഹരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഇതിനിപ്പോ ഞാനെങ്ങനെയാ ഒരു പോംവഴി പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മഹാമന്ത്രി, തൊട്ടടുത്ത രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത്, പിന്നെ അവിടെയുള്ള സമ്പത്തെല്ലാം കൊള്ളയടിക്കുന്നത്, അവർ വളർത്തുന്ന ആടുമാടുകളെല്ലാം കവർന്നു കൊണ്ടുവരുന്നത്, മറ്റൊരുവന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുവരുന്നത്, ഇവയെല്ലാം തന്നെ ജ്യേഷ്ഠനെപ്പോലെയുള്ള രാജാക്കന്മാർക്ക് വളരെ നിസ്സാരമായ കാര്യമല്ലേ? ഇവയെല്ലാം തന്നെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളാണെന്ന് അങ്ങേക്കിങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? ശൂർപ്പണകേ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷെ അവയെല്ലാം രണ്ട് രാജാക്കന്മാരുടെ രാജ്യങ്ങളിലും കുടുംബങ്ങളിലും യുദ്ധകാലഘട്ടത്ത് നടന്നതാണ്. എന്നാൽ ഇപ്പോ അങ്ങനെയുള്ള യുദ്ധമൊന്നും നടക്കുന്നില്ലല്ലോ. ഇത് യുദ്ധകാലമല്ലായിരിക്കും, എന്നാൽ നമ്മെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പോലെയാണ്. അവരെന്റെ പ്രിയ സഹോദരിയോട് ഈ ക്രൂരത ചെയ്ത് അയച്ചിരിക്കുന്നത്. ആ എരുമകളെ നശിപ്പിക്കാൻ ആനകളെ അയക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അവന്റെ പത്നിയെ ഇവിടെ കൊണ്ടുവന്ന് തേജോവധം ചെയ്ത് അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതുന്നത്. എല്ലാം ശരിയാണ്, എന്നാൽ അവരിപ്പോൾ തപസ്സികളാണ്. വേഷധാരികൾ, താപസന്മാരുടെ വേഷത്തിൽ നിൽക്കുന്ന രാജകുമാരന്മാർ. അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിലും ഇന്നവർ ആശ്രമവാസികളാണ്, തപസ്സികളാണ്. അങ്ങ് അപഹരിക്കണമെന്ന് വിചാരിക്കുന്ന സീതയാണെങ്കിലോ ഋഷിപത്നിക്ക് തുല്യവുമാണ്. അങ്ങനെയുള്ളവളെ വിശ്രവസ്രു മുനിവര്യന്റെ മകനായ രാവണേശ്വരൻ അപഹരിച്ചുവെന്ന ആവശ്യമില്ലാത്ത അപകീർത്തി താങ്കൾക്ക് വന്നു ചേരരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്താ? സീത ഋഷിപത്നിക്ക് തുല്യാണെന്നോ? അയ്യോ, അങ്ങനെയല്ല. ഇല്ല ഇല്ല ജ്യേഷ്ഠാ, അവൾ സന്യാസിമാർ പോലും കണ്ടാൽ വ്യതിചലിച്ചു പോകും വണ്ണം സൗന്ദര്യമുള്ളവളാണ്. അതുമാത്രമല്ല, ആകാശം പോലെയുള്ള പുരികങ്ങൾ, വെയിൽ പോലെയുള്ള മിഴികൾ, അവളുടെ പല്ലുകളാണെങ്കിൽ മുത്തുകൾക്ക് തുല്യമാണ്. വിരലുകളാണെങ്കിൽ ചെന്താമര പോലെ തുടുത്തതാണ്. വാക്കുകളേ ഇല്ല ജ്യേഷ്ഠ ആ സുന്ദരിയുടെ സൗന്ദര്യത്തെയും അംഗലാവണ്യത്തെയും കുറിച്ച് വർണ്ണിക്കാൻ. അങ്ങനെയോ? അതേ ജ്യേഷ്ഠ. ഇന്ദ്രൻ സതീദേവിയെ സ്വന്തമാക്കിയില്ലേ? സാക്ഷാൽ ശിവഭഗവാൻ ഉമാദേവിയെ സ്വന്തമാക്കിയില്ലേ? ചെന്താമരയിലിരിക്കുന്ന മഹാലക്ഷ്മിയെ വിഷ്ണു ഭഗവാൻ സ്വന്തമാക്കി. എന്നാൽ അവരെ മൂവരേക്കാളും സൗന്ദര്യമുള്ളവളാണ് സീത. ഏതൊരു ചിത്രകാരനെക്കൊണ്ടുപോലും വരയ്ക്കാൻ കഴിയാത്ത തേജോമുഖിയായ ആ സീതയെ ജ്യേഷ്ഠൻ സ്വന്തമാക്കുകയാണെങ്കിൽ സാക്ഷാൽ ത്രിമൂർത്തികൾ വരെ അങ്ങയെ അസൂയയോടെ നോക്കും ജ്യേഷ്ഠ. എന്നാൽ എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ. എന്താണത്? ഈശ്വരനാണെങ്കിൽ പാർവതിയെ തന്റെ ഇടത് ഭാഗത്തിരുത്തി, മഹാവിഷ്ണുവാണെങ്കിലോ തങ്കത്തിന്റെ നിറമുള്ള മഹാലക്ഷ്മിയെ തന്റെ ഹൃദയത്തിനുള്ളിലിരുത്തി. ബ്രഹ്മാവാണെങ്കിൽ സംഗീതത്തിന്റെ ദേവിയായ സരസ്വതിയെ
തന്റെ നാവിന്റെ മധ്യത്തിലാണ് ഇരുത്തിയത്. എന്നാൽ തേൻ കിനിയും പോലെ സംസാരിക്കുന്ന സീതയെ ജ്യേഷ്ഠൻ എവിടെയാണ് ഇരുത്താൻ പോകുന്നത്? എന്തേ, മറ്റുള്ളവർ കാണുമ്പടി അവളെ ഒരു മാളികയിൽ ഇരുത്താൻ പാടില്ലേ? അങ്ങനെ വെക്കാം. പക്ഷേ പാല് പോലുള്ള അവളുടെ പുഞ്ചിരി, ചിറകടിക്കുന്ന അരയന്നത്തെപ്പോലെയുള്ള അവളുടെ നടത്തം, സോമരസം പോലും മയങ്ങിപ്പോകുന്ന അവളുടെ നോട്ടം, കനത്ത കാർമേഘങ്ങളെല്ലാം തന്നെ തെളിഞ്ഞ ആകാശത്തിൽ ഉരുണ്ടുകൂടിയാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ് എല്ലാവർക്കും അതിശയമുണ്ടാകുന്ന രീതിയിൽ അവളുടെ കാർകൂന്തൽ നീണ്ടുകിടക്കുന്നത്. അങ്ങനെയുള്ള എല്ലാം അങ്ങയുടെ പത്നി മണ്ഡോദരിയും കൊട്ടാരത്തിലെ മറ്റു നാരികളും കണ്ടുകഴിഞ്ഞാൽ ഇവളെപ്പോലെ നമ്മളും പിറന്നില്ലല്ലോ എന്ന് സങ്കടത്തിൽ ആണ്ടുപോകും. അതുമാത്രമല്ല, ആ സീതയെ അപഹരിച്ചു കൊണ്ടുവരാൻ കാരണമായി തീർന്ന എന്നോടും അവർക്ക് കോപം തോന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്. സഹോദരി, നീ സീത ഒരു സൗന്ദര്യവതിയാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ അവളെ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മാനാഭിമാനങ്ങളെ വെച്ച് വിളയാടിയ ആ കുമാരന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് സീതയെ അപഹരിക്കുന്നത്. അതിന്റെ പിന്നിൽ മറ്റുള്ളവർ വിഷമിച്ചാലോ കോപിച്ചാലോ എനിക്കതോർത്ത് ഒരു സങ്കോചവുമില്ല. എന്താ, ശരിയല്ലേ മഹാമന്ത്രി? മഹാരാജൻ, അവളെ അപഹരിക്കുവാനായി ഇതുവരെയും അങ്ങേക്കൊരു വഴിയും കിട്ടിയില്ലേ? നേരായ വഴികളൊന്നും എന്റെ മനസ്സിലില്ല. എന്നാൽ ഒരു കുറുക്കു വഴി തോന്നുന്നുണ്ട്. മഹാമന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ നേർവഴികളെക്കാൾ കൂടുതൽ കുറുക്കു വഴികളെക്കുറിച്ചല്ലേ അറിഞ്ഞിരിക്കേണ്ടത്? പറഞ്ഞാട്ടെ, എന്താ വഴി? മഹാരാജൻ, നമ്മുടെ അസുരന്മാരിൽ ആരെങ്കിലും ഒരുവനെ പഞ്ചവടിയിലേക്ക് അയച്ച് എന്തെങ്കിലും വിധത്തിലുള്ള മായവിദ്യ ചെയ്യിച്ച് രാമനെ സീതയിൽ നിന്നും അകറ്റേണ്ടതുണ്ട്. ശേഷം തനിച്ചിരിക്കുന്ന സീതയെ അങ്ങയ്ക്ക് എളുപ്പത്തിൽ അപഹരിച്ചു കൊണ്ടുവരാമല്ലോ. ചേഷ്ടാ, ഇത് നല്ലൊരു ഉപായമാണ്. നല്ല ഉപായം തന്നെയാണ്. എന്നാൽ നമ്മുടെ അസുരന്മാരിൽ അത്രയും ബുദ്ധിശാലിയായ ഒരുവനെ തേടി കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. തേടി നടക്കേണ്ട ആവശ്യമേയില്ല. മായവിദ്യകൾ അറിവുള്ള മാതുലൻ മാരീചനുണ്ടല്ലോ. അദ്ദേഹത്തെ മാത്രം അയച്ചാൽ മതി. ഒരു കാര്യമേൽപ്പിച്ചാൽ കൃത്യമായി ചെയ്തിരിക്കും. ഒരു രാജ്യത്തെ മഹാമന്ത്രിയുടെ സ്ഥാനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അങ്ങ് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുകയാണ്. മാതുലൻ മാരീചൻ, ആ ഉപായം കൊള്ളാം. ജ്യേഷ്ഠാ, തന്റെ മാതാവിനെ കൊന്ന ആ രാമനോട് പകരം വീട്ടുവാനായി മാതുലൻ മാരീചനും ശരിയായൊരു അവസരം നോക്കി കാത്തിരുന്നിരിക്കയാവാം. നീ പറഞ്ഞത് ശരിയാണ് ശൂർപ്പണഖേ. ഞാൻ ചെന്ന് മാതുലൻ മാരീചനോട് കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ട് വരാം. മാതുല, വന്നാലും ദശഗ്രീവ, രാവണേശ്വര, എന്തുകൊണ്ടാണ് ഈ ഉള്ളവനെ കാണാനായി ആശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്? മാതുലനെ തേടി മരുമകന് വരാൻ പാടില്ലെന്നുണ്ടോ? രാവണേശ്വര, എല്ലാ ദിനങ്ങളിലും അത്രയും ദിക്കുകളിൽ ചെന്ന് മഹേശ്വര പൂജ, പിന്നീടുള്ള ഭരണകർത്തവ്യങ്ങൾ, ഇംഗിതം തീരുന്നതുവരെ തരുണീമണികളുമായിട്ടുള്ള ആട്ടവും പാട്ടും, അതിനുശേഷം അന്തഃപുരത്തിൽ ഇങ്ങനെ കാലങ്ങളോളം സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നീ ഇന്ന് ആ ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്നിവിടെ എന്നെ കാണുവാനായി ഓടി വന്നിരിക്കുകയാണല്ലോ. അതാണെന്നെ അത്യധികം അത്ഭുതപ്പെടുത്തുന്നത്. എന്തെങ്കിലും ആവശ്യം നിറവേറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ആവശ്യം മാത്രമല്ല, അടിയന്തരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മാതുല, അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം. ലങ്കേശ്വര, നീ കൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ 8000 പേർ കാത്തിരിക്കുമ്പോൾ നീ എന്റെ സഹായം തേടി വന്നിരിക്കുകയാണെന്നോ? രാവണ, എന്റെ അത്ഭുതം വീണ്ടും വീണ്ടും കൂടി വരികയാണല്ലോ. എന്താ മാതുല, ഇരുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ശക്തിയാൽ എല്ലാം സാധിക്കുന്ന ദൈവം പോലും ചില സമയങ്ങളിൽ തന്റെ ഭക്തന്മാരുടെ സഹായം തേടി വരാറില്ലേ? അതുപോലെ തന്നെയാണ് എന്റെ വരവും. അതിരിക്കട്ടെ, അങ്ങനെ എന്തു സഹായം ചോദിക്കാനാണ് എന്റെ അടുത്തേക്ക് നീ വന്നിരിക്കുന്നത്? അയോധ്യയിലെ രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാർ എന്ന 2 പേർ താപസന്മാരുടെ വേഷത്തിൽ വന്ന് നമ്മുടെ പഞ്ചവടിയിൽ താമസിക്കുന്നുണ്ടത്രേ. എന്ത്?
രാമനോ? തന്റെ അനുജനോടൊപ്പം വന്ന് പഞ്ചവടിയിൽ വസിക്കുകയാണെന്നോ? രാമൻ രാവണ, എന്റെ മാതാവും നിനക്ക് സഹോദരിയുമായുള്ള താടകയെ വധിച്ചവൻ എന്റെ ഇളയ സഹോദരൻ സുബാഹുവിനെയും വധിച്ചവൻ ആ രാമനാണോ തന്റെ സഹോദരനോടൊപ്പം നമ്മുടെ സ്വന്തം പഞ്ചവടിയിൽ വന്ന് വസിക്കുന്നത്? അതേ മാതുല, അവർ ഇരുവരും നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കുവാനായി കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നോടിയായി രാമന്റെ അനുജൻ ലക്ഷ്മണൻ എന്റെ പ്രിയ സഹോദരിയായ ശൂർപ്പണഖയുടെ നാസിക അറുത്ത് അപമാനപ്പെടുത്തി തിരിച്ചയച്ചിരിക്കുകയാണ്. ഓഹോ, ഇതുവരെ ചില രാക്ഷസന്മാരെ മാത്രം വധിച്ചിരുന്ന രാമൻ ഇപ്പോൾ നിന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ശൂർപ്പണയെ തന്നെ അപമാനിച്ചയച്ചിരിക്കുന്നുവെങ്കിൽ മുഴുവനായും അവൻ തന്റെ ദൃഷ്ടി അസുരകുലത്തിനു നേർക്ക് തിരിച്ചു വിട്ടിരിക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആ പക മുളയിലെ നുള്ളുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ നീ ആ രാമനുമായി നേർക്കുനേർ യുദ്ധം ചെയ്യാൻ പോവുകയാണോ? സന്യാസിമാരെ വീഴ്ത്താൻ പടയുമായി ചെല്ലുവാനോ? നാണക്കേട്! ഒരു നാരിയെ അപമാനിച്ചയച്ച ആ ഭീരുക്കളെ അവരുടെ മാർഗത്തിലൂടെ തന്നെ അപമാനിക്കാൻ പോവുകയാണ്. അങ്ങനെ എന്താ നീ ചെയ്യാൻ പോകുന്നത്? ആ രാമൻ തന്റെ പത്നി സീതയോടൊപ്പമാണത്രേ വനവാസത്തിന് വന്നിരിക്കുന്നത്. ആ സീതയെ ഞാൻ അപഹരിച്ചെടുത്ത് ചിത്രവധം ചെയ്യാൻ പോവുകയാണ്. മരുമകനെ, മറ്റൊരുവന്റെ പത്നിയെ അപഹരിച്ചുകൊണ്ടുവരുന്നത് അപകീർത്തിയുണ്ടാക്കുകയില്ലേ? അഹല്യയെ അപഹരിച്ച ഇന്ദ്രനുണ്ടായൊരവസ്ഥ നിനക്കറിയാത്തതല്ലോ. മാതുല, മറ്റൊരുവന്റെ മങ്കയെ മാനസികമായി അപമാനിക്കുന്നത് ഭീരുക്കളുടെ ചെയ്തികളാണെന്ന് അവർ മനസ്സിലാക്കാത്ത പക്ഷം ആ പ്രവൃത്തികളിലൂടെ ഉണ്ടാവുന്ന അപകീർത്തികൾക്ക് നാം എന്തിനു ഭയപ്പെടണം? രാവണ, ആ രാമനെ എനിക്ക് നന്നായിട്ടറിയാം. അവൻ നമ്മുടെ അസുരവംശത്തെ തന്നെ വേരോടെ നശിപ്പിക്കാൻ അവതാരമെടുത്തിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശമാണ്. പോരാത്തതിന് വിശ്വാമിത്രനിൽ നിന്ന് ലഭിച്ച മാന്ത്രിക ഉപകരണങ്ങൾ അവന്റെ കയ്യിൽ ധാരാളമായുണ്ട്. മാതുല, അവൻ ത്രിമൂർത്തികളുടെ മുഴുവൻ അവതാരമായാലും കുഴപ്പമില്ല. എല്ലാ മുനിവര്യന്മാരും അവനെ സഹായിക്കാൻ വരട്ടെ. എന്റെ സഹോദരി അപമാനിച്ചയച്ചവന്റെ കയ്യെ അവന്റെ ജീവിതം നശിപ്പിക്കാതെ വിടില്ല ഞാൻ. മരുമകനെ, നിന്റെ സഹോദരി ശൂർപ്പണഖ പറയുന്നത് കേട്ടിട്ടല്ലേ നീ കുതിച്ചു ചാടുന്നത്? അവൾ എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചറിഞ്ഞുവോ? മാതുല, എന്റെ സഹോദരി അഥവാ തെറ്റ് ചെയ്തിരുന്നെങ്കിലും അതെന്നോട് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ ഞാൻ ചെവിക്കൊള്ളുമായിരുന്നു. അതിന് മുതിരാതെ അവളുടെ അംഗത്തിന് ഭംഗം വരുത്തുന്നത് എത്ര മോശമായ പ്രവൃത്തിയാണ്. അവളുടെ ചെയ്തികൾ പൊറുക്കുവാൻ കഴിയാതെ അവരങ്ങനെയൊക്കെ ചെയ്തു പോയതാണോ എന്ന് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഒരു സമയത്ത് ആ രാമന്റെ അമ്പാലേറ്റ ക്ഷതത്തിന്റെ ഭയം ഇന്നും അങ്ങയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ലെന്നും തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ മാതാവിനെയും അനുജനെയും വധിച്ചവനാണെന്നുള്ള കാര്യം പോലും മറന്ന് അവനെ അളവിൽ കൂടുതലായി ഇങ്ങനെ പുകഴ്ത്തുന്നത് അല്ലേ? അല്ല രാവണ, നിന്റെ ശത്രുവിനെ നിന്റെ മുന്നിൽ വെച്ച് പുകഴ്ത്തുന്നതിനാൽ ഒരൽപ്പം ഒതുക്കി പുകഴ്ത്തിയെന്നേയുള്ളൂ. മരുമകനെ, ആ രാവനോട് പകരം ചോദിക്കുന്ന കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണിപ്പോൾ ഞാനുള്ളത്. എന്നോട് ക്ഷമിച്ചാലും. എന്നെ അനുസരിക്കാത്തവരോടും എന്നെ സഹായിക്കാത്തവരോടും ഈ രാവണന് ഒരിക്കലും ക്ഷമിച്ചു പരിചയമില്ല, ശിക്ഷിച്ചു മാത്രമേ പരിചയമുള്ളൂ. അതുകൊണ്ടാണ് സഹിക്കുമ്പോൾ പോലും ഞാൻ ഈ ഉടപാട് എന്റെ അടുക്കൽ തന്നെ വയ്ക്കുന്നത്. ഇവനിനി എന്നെ വധിക്കുമോ? മുൻപ് ആ രാമൻ കാരണം എനിക്ക് എൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു, പിന്നീട് എൻ്റെ സഹോദരനെയും നഷ്ടപ്പെട്ടു. ഇന്ന് ഈ രാവണനാൽ എൻ്റെ ജീവനും എനിക്ക് നഷ്ടപ്പെടുമോ?
സർവമായിക്കും അധിപനായ രാമന്റെ അടുത്തേക്കാണ് ഇവൻ എന്നെ മായ കാട്ടാൻ പറഞ്ഞയക്കുന്നത്. മാനിന്റെ രൂപമെടുത്തു കഴിഞ്ഞാൽ ആ രാമൻ എന്നെ വധിക്കും. ഞാൻ അവിടെ പോകാതിരുന്നാൽ ഈ രാവണൻ എന്നെ ഇവിടെ വെച്ച് തന്നെ വധിക്കും. ശരി, ഞാൻ അവിടെ ചെന്ന് ആ നല്ലവന്റെ കരങ്ങളാൽ രാമബാണത്തിൻ്റെ ഇരയായി മുക്തി ലഭിച്ച് സ്വർഗലോകത്ത് ചെന്ന് ഈ രാവണന്റെ വരവിനായി കാത്തിരിക്കാം. രാമ. മാതുല, അങ്ങേക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ? നീ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഉറപ്പായും സഹായിക്കാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചോദിച്ചാലും അങ്ങ് ഉടൻ തന്നെ പഞ്ചവടിയിലേക്ക് ചെന്ന് അങ്ങയുടെ ശക്തിയാൽ രൂപം മാറി ഒരു സ്വർണ്ണമാനാവണം. എന്നിട്ട് രാമന്റെ ആശ്രമത്തിന്റെ മുന്നിലൂടെ ഉലാത്തി ആ രാമനെയും ലക്ഷ്മണനെയും സീതയുടെ അടുക്കൽ നിന്നും അകറ്റണം. പിന്നീട് ആ സീതയെ എങ്ങനെ അപഹരിക്കണമെന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. മാതുല, മാരീജ, എന്താ അനന്തരവ? ഇനിയും എന്താ ചിന്തിക്കുന്നത്? ഇതാ ഞാൻ പഞ്ചവടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇതാ പുറപ്പെടുന്നു. സീത,